അർജുന്റെ മൃതദേഹം ഒടുവിൽ 75-ാം ദിവസം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിച്ചു. അർജുന്റെ അന്ത്യയാത്ര കാണാൻ ആയിരങ്ങളാണ് വഴിനീളെ കാത്തുനിന്നത്. യാത്രയ്ക്കൊടുവിൽ കണ്ണാടിക്കലിലെ വീടിന്റെ മുറ്റത്തേക്ക് ചേതനയറ്റ് അർജുൻ മടങ്ങിയെത്തി. പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയായിരുന്നു അന്ത്യയാത്രയും. അർജുനെ ഇതിനു മുൻപ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ പോലും ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നിരുന്നു. അർജുന്റെ മൃതദേഹം പുലർച്ചെ 2:30-യോടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നിരവധി പേരാണ് അന്തിമോപചാരമർപ്പിക്കാനെത്തിയത്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശിൽപ എന്നിവരും അന്തിമോപചാരമർപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത്. 72 നാൾ നീണ്ട രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ കാർവാർ MLA സതീഷ് കൃഷ്ണസേലും മൃതദേഹത്തെ അനുഗമിച്ചു. രാവിലെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി വനം മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹവുമായി ആംബുലൻസ് കടന്നുവന്ന വഴികളിൽ അർജുനെ കാണാനായി ജനം കാത്തുനിന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും മൃതദേഹത്തെ അനുഗമിച്ചു. ജനപ്രതിനിധികൾ വീട്ടിലെത്തി സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. വൈകിട്ട് തൊട്ടടുത്ത വയലിൽ അനുശോചന യോഗവും നടക്കും. സാധാരണ 4 ദിവസത്തോളം വൈകുന്ന DNA പരിശോധന പ്രത്യേക ഇടപെടലിൽ വേഗം പൂർത്തിയാക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 7:15-ന് കാർവാറിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹവും വഹിച്ച് ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. മൃതദേഹ ഭാഗങ്ങളുടെ DNA പരിശോധന ഇന്നലെ ഉച്ചയോടെയാണ് പൂർത്തിയായത്. സഹോദരൻ അഭിജിത്തിന്റെ DNA സാമ്പിളുമായി പ്രാഥമിക പരിശോധനയിൽ തന്നെ സാമ്യം കണ്ടെത്തി. വൈകിട്ട് 6:15-ന് അഭിജിത്തും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച തന്നെ പൂർത്തിയാക്കിയിരുന്നു. വിലാപയാത്രയായാണ് മൃതദേഹം കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവന്നത്. ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു വിലാപയാത്ര. കേരള, കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളയം പിടിക്കുമ്പോൾ വാഹനത്തിൽ പലപ്പോഴും അർജുൻ ഒറ്റയ്ക്കായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും വീട്ടിലേക്കുള്ള സാധനങ്ങളും കളിപ്പാട്ടങ്ങളുമായുള്ള തിരിച്ചുവരവ്. എന്നാൽ ഈ തിരിച്ചുവരവിൽ അർജുനെ അനുഗമിച്ചത് ആയിരങ്ങളാണ്. അവരുടെ കണ്ണീരിൽ അർജുനോടുള്ള സ്നേഹം തെളിഞ്ഞു നിന്നു. കുടുംബം പുലർത്താൻ വഴികൾ ഒറ്റയ്ക്ക് വെട്ടിത്തെളിച്ച അർജുൻ കണ്ണാടിക്കലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ചേതനയറ്റ ശരീരമായി. നാടിനും നാട്ടുകാർക്കും അത് നൊമ്പരക്കാഴ്ച. ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.